എല്ലാവർക്കും മല്ലുവുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബസൂക്ക, കാന്താര, ലോക, ബൾട്ടി തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ചാപ്പാക്കുത്ത് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. ഈ ചിത്രം ഇപ്പോൾ മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഡൂഡ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമിത ബൈജു നായകിയ സിനിമയാണ് ഡൂഡ്. കഴിഞ്ഞ ദിവസമാണ് സിനിമ റിലീസിനെത്തിയത്. എവറേജ് അഭിപ്രായമാണ് ഡൂഡിന് ലഭിച്ചത്. ഇപ്പോഴിതാ ഡൂഡ് സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഡൂഡ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. നവംബർ മാസം പകുതിയോടുകൂടി ഡൂഡ് സിനിമ OTTയിലെത്തും. അടുത്തൊരു അപ്ഡേറ്റ് പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് പെറ്റ് ഡിറ്റക്റ്റീവ്. ഷറഫുദ്ദീൻ, അനുപമ, വിനയ് ഫോർട്ട് തുടങ്ങി ഒരുപാട് പേര് പെറ്റ് ഡിറ്റക്റ്റീവിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു കോമഡി ത്രില്ലർ സിനിമയാണിത്. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഇപ്പോഴിതാ പെറ്റ് ഡിറ്റക്റ്റീവിൻ്റെ OTT അവകാശം ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിട്ടുള്ളത്. നവംബർ മാസത്തിലാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഭാഗ്യ 4 എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ടൈഗർ ഷറഫിൻ്റെ സിനിമയാണ് ഭാഗ്യ 4. ഈ സിനിമ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ബൾട്ടി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ആക്ഷൻ മൂവിയാണ് ബൾട്ടി. ഷൈനികമാണ് സിനിമയിലെ നായകൻ. ഒരുപാട് പേർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. തമിഴിലും സിനിമ ഓടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ആമസോൺ പ്രൈമാണ് ബൾട്ടി സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമയുടെ റിലീസ് തീയതി പുറത്തു വന്നിട്ടില്ല. അടുത്ത വീക്ക് ബൾട്ടി സിനിമ റിലീസിനെത്തുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ദി ജസ്റ്റർ 2 എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹൊറർ സിനിമയാണ്. ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷയിൽ ഈ സിനിമ ആമസോൺ പ്രൈമിൽ ഇപ്പോൾ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷൈനിക നായകനായ സിനിമയാണ് വേല. 2023 സിനിമ റിലീസായത്. ഇതുവരെ OTTയിൽ വന്നിട്ടില്ല. നല്ലൊരു ത്രില്ലർ സിനിമയാണ് വേല. ഇപ്പോഴിതാ ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. നവംബർ മാസം ഫസ്റ്റ് വീക്കോടുകൂടി വേല സിനിമ OTTയിലെത്തും. അടുത്തൊരു അപ്ഡേറ്റ് DN എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. അസ്കർ, അന്ന റജി, റായലക്ഷ്മി തുടങ്ങി ഒരുപാട് പേര് DN സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു ത്രില്ലർ സിനിമയായിരുന്നു DN. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മനോരമ മാക്സിൽ ഇപ്പോൾ DN സിനിമ അടുത്ത വീക്ക് OTT റിലീസിന് ഒരുങ്ങുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന സിനിമയാണ് ബസൂക്ക. ഇതുവരെ OTTയിൽ വന്നിട്ടില്ല. ഒരുപാട് ആക്ഷൻ രംഗങ്ങൾ മമ്മൂട്ടി സിനിമയിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അത്രയ്ക്കും ഹാർഡ് വർക്ക് എടുത്ത സിനിമയാണ് ബസൂക്ക. ഇപ്പോഴിതാ C5 സിനിമയുടെ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാലങ്ങൾക്ക് ശേഷമാണ് ബസൂക്ക OTTയിൽ വരുന്നത്. അടുത്ത വീക്ക് ബസൂക്ക OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസ്റ്റൺകോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിവിൻ പോളി നായകനായ സിനിമയാണ് രാമചന്ദ്ര. 2023 സിനിമ റിലീസായത്. ഇതുവരെ OTTയിൽ വന്നിട്ടില്ല. നല്ലൊരു കോമഡി ആക്ഷൻ മൂവിയാണ് രാമചന്ദ്ര. ഇപ്പോഴിതാ ആമസോൺ പ്രൈമാണ് രാമചന്ദ്രയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഒക്ടോബർ മാസം ലാസ്റ്റ് വീക്കിലാണ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് സ്റ്റേഷൻ 5 എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ദ്രൻസ് നായകനായ സിനിമയാണ് സ്റ്റേഷൻ 5. ഈ സിനിമ ഇപ്പോൾ മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ബ്ലാക്ക് മെയിൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. GV പ്രകാശ് നായകനായ സിനിമയാണ് ബ്ലാക്ക് മെയിൽ. ഈ തമിഴ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ സിംപ്ലി സൗത്തിൽ ഒക്ടോബർ മാസം 30 ബ്ലാക്ക് മെയിലിൻ്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റിപ്പോർട്ട് കിട്ടിയിട്ടും OTTയിൽ വരാത്തൊരു സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഉണ്ണിമുകുന്ദൻ, നിഖില വിമലാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ഫാമിലി കോമഡി മൂവിയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. എന്തുകൊണ്ടാണ് സിനിമ OTTയിൽ വരാത്തതെന്ന് വ്യക്തമല്ല. സിനിമയുടെ OTT നേരത്തെ തന്നെ മനോരമ മാക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഒക്ടോബർ മാസം 30 ഗെറ്റ് സെറ്റ് ബേബി മനോരമ മാക്സിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് വത്സല ക്ലബ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. ധ്യാനടക്കം ഒരുപാട് പേര് സിനിമയിലുണ്ട്. ഈ ചിത്രം ഇപ്പോൾ മനോരമ മാക്സിൽ റിലീസായിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് മാരുവിലും ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. വിൻസി, ഇന്ദ്രജിത്ത് തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു മാരുവിലും ഗോപുരങ്ങൾ. പക്ഷേ സിനിമ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. സിനിമ റിലീസായിട്ട് കാലങ്ങളായി. ഇപ്പോഴിതാ ആമസോൺ പ്രൈമാണ് മാരുവിലും ഗോപുരത്തിൻ്റെ OTT അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമ ഉടനെ തന്നെ ആമസോൺ പ്രൈമിൽ റിലീസുണ്ട്. അവസാനത്തെ അപ്ഡേറ്റ് ലോക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ലോക സിനിമയുടെ OTT പ്രഖ്യാപിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഇതുവരെ റിലീസ് തീയതി വന്നിട്ടില്ല. ജിയോ ഹോട്ട്സ്റ്റാറാണ് ലോക സിനിമ വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ലോക സിനിമ സർപ്രൈസായിട്ട് വരുന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒക്ടോബർ മാസം 23 ലോക സിനിമ വരുമെന്ന റൂമർ കാണാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയായിരിക്കും ലോക വരുന്നത്. അല്ലെങ്കിൽ പിന്നെ അടുത്ത വീക്കായിരിക്കും ലോക സിനിമയുടെ OTT റിലീസ്. നസ്ലിൻ, കല്യാണി അടക്കം ഒരുപാട് പേര് അഭിനയിച്ച സിനിമയാണ് ലോക. 300 കോടി
ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് ലോക. ഇന്ന് വന്നില്ലെങ്കിൽ അടുത്ത വീക്ക് ഉറപ്പായിട്ടും ലോക സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിൽ OTT റിലീസ് ചെയ്തേക്കും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.